എടാ എത്ര തപ്പിട്ടും കിട്ടുന്നില്ലല്ലോടാ. നിങ്ങൾ എന്നെ കിടന്ന് തപ്പുന്നേ? എടാ ഇവളൊരു കേസ് ഫയൽ തപ്പാൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതൊഴികെ ബാക്കി എല്ലാം തന്നെ കിട്ടി. നിങ്ങൾക്കറിയോ പേപ്പറോ ഫയലോ സ്റ്റാമ്പോ പോലും ഇല്ലാത്തൊരു കോടതിയെ പറ്റി? കേൾക്കുമ്പോൾ അസാധ്യമായി തോന്നാം അല്ലേ? എന്നാൽ സിക്കിം ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പേപ്പർലെസ് സ്റ്റേറ്റ് ജുഡീഷ്യറിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്താണ് ഈ ചരിത്രപരമായ നേട്ടം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ അതാണ് സംഭവം, മനസ്സിലായോ? എന്താണ് ഗൈസ് ഇവിടെ ഒരു ചർച്ച? അല്ലടാ, ഈ പേപ്പർലെസ് ജുഡീഷ്യറി എന്ന് വെച്ചാൽ എന്താ? അയ്യോ, അത് നിങ്ങൾക്ക് അറിയത്തില്ല. കേസുകൾ ഓൺലൈനായി ഫയൽ ചെയ്യുന്നതിനാണ് ഈ ഫയലിംഗ് എന്ന് പറയുന്നത്. കോടതി നടപടികൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ നടക്കുന്നതിനെ ഓൺലൈൻ ഹിയറിംഗ് എന്നും പറയുന്നു. നിങ്ങൾക്കറിയോ, ഇനി കേസുകളുടെ വിവരങ്ങൾ കടലാസ് ഫയലുകളിൽ തിരയേണ്ടതില്ല. കാരണം ഇപ്പോഴെല്ലാം വിരൽ തുമ്പിൽ ലഭ്യമാണ്. അതാണ് ഡിജിറ്റൽ കേസ് ട്രാക്കിംഗ്. ഈ മാറ്റത്തോടൊപ്പം ചില പ്രധാന വെല്ലുവിളികളും ജസ്റ്റിസ് സൂര്യകാന്ത് ചൂണ്ടിക്കാണിക്കുന്നു. ആധുനിക കാലത്തെ ജഡ്ജിമാർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും അൽഗോരിതങ്ങളെ കുറിച്ചും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. എഐയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പക്ഷാപാതങ്ങൾ അഥവാ ബയാസ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് നീതി നിർവഹണത്തെ പോലും ബാധിച്ചു. ചുരുക്കത്തിൽ ഡിജിറ്റൽ സാക്ഷരതയും സാങ്കേതിക വിദ്യയും പ്രകൃതി നിയമങ്ങളും അഥവാ നാച്ചുറൽ ജസ്റ്റിസും ഒത്തുചേരുന്ന ഒരു പുതിയ കാലത്തിലേക്കാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ചുവടുവെക്കുന്നത്. ഫോർ മോർ ഇൻഫോർമേറ്റീവ് റീൽസ് ഡു ഫോളോ.